പ്രസംഗിക്കുകയും രോഗികൾക്ക് സൗഖ്യം നൽകുകയും ചെയ്തു. പ്രസംഗത്തിലൂടെ ദൈവിക തത്വങ്ങൾ ഈശോ അവരെ പഠിപ്പിച്ചു. പഠിപ്പിക്കലും സുഖപ്പെടുത്തലും ഈ രണ്ട് കാര്യങ്ങളാണ് ഈശോ ചെയ്തത്. ഇന്നും തിരുസഭയുടെ രണ്ട് കാര്യങ്ങളാണ്: പഠിപ്പിക്കുക, ഈശോയുടെ തത്വങ്ങൾ അതെല്ലാം ജനങ്ങളെ പഠിപ്പിക്കുക. നമ്മൾ കാണുന്നുണ്ട്, ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുൻപ് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ പോയി പ്രഘോഷിക്കുവിൻ, അതോടൊപ്പം പഠിപ്പിക്കുകയും ചെയ്യുവിൻ. പലപ്പോഴും പലരും കഥാവായ ഈശോയിൽ നിന്ന് അല്ലെങ്കിൽ സത്യവേദ സഭയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം ശരിയായിട്ടുള്ള പഠനങ്ങൾ ലഭിക്കുന്നില്ല. അതാണ് അവിടെ തിരുസഭയുടെ ദൗത്യമാണ് പഠിപ്പിക്കുക എന്നുള്ള ദൗത്യം. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും പഠിപ്പിക്കേണ്ട കടമ മാതാപിതാക്കൾക്കുണ്ട്. മാതാപിതാക്കൾ അവർ ആദ്യമേ പഠിച്ച് അത് ദൈവികതയിൽ വളർന്ന് അതിനുശേഷം അവർ അവരുടെ മക്കളെ പഠിപ്പിക്കണം. അത് ദൗത്യമാണ്, മാതാപിതാക്കളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. പല കുട്ടികളും എന്തുകൊണ്ട് ദൈവത്തിൽ നകന്നു പോകുന്നു? യഥാർത്ഥത്തിലുള്ള പഠനം അവർക്ക് ലഭിച്ചിട്ടില്ല. മാതാപിതാക്കൾ യഥാർത്ഥ വിശ്വാസമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പഠിപ്പിക്കുവാനായിട്ടുള്ള ആഗ്രഹമില്ലാതെയായി മാറുന്നു. മക്കള് വേദോപദേശം ശരിക്ക് വേണ്ടതുപോലെ പഠിക്കാതെ വളർന്നു വരികയാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഇവിടെ പറയുന്ന വേറൊരു കാര്യം, ഈശോ എല്ലാവിധ രോഗങ്ങൾക്കും മോചനം നൽകി, അവർക്ക് സൗഖ്യം നൽകി. ഇത് നമ്മൾ കാണുന്നു. കത്തോലിക്ക സഭയിൽ ധാരാളം ഹോസ്പിറ്റലുകൾ ഉണ്ട്, ധാരാളം അനാഥാലയങ്ങളുണ്ട്. അപ്പോൾ രോഗികളെ സുഖപ്പെടുത്തുവാനും രോഗികളെ പരിചരിക്കുവാനുമുള്ള അവസരങ്ങൾ നമ്മുടെ സഭയിലുണ്ട്. കാരണം ഈ രണ്ട് കാര്യങ്ങളാണ് ഈശോ ചെയ്തത്: പഠിപ്പിക്കുക, സൗഖ്യം നൽകുക. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചെയ്യേണ്ടത്. ഈ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക, അതോടൊപ്പം മറ്റുള്ളവർക്ക് സാന്ത്വനം ഏകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക. അങ്ങനെ ഈശോയെ നമുക്ക് അനുകരിക്കുവാനായിട്ട് സാധിക്കും. അതിനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, സ്തോത്രം കർത്താവേ, അങ്ങേക്ക് മഹത്വം.